ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയായിരുന്നു. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ സന്തോഷമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട്, "സുനിൽ സാർ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. എനിക്കൊരു 10 മിനിറ്റ് സമയം തരാമോ?" എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് സമയമില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, "വാട്സാപ്പിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാമെന്ന്" പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ മിടുക്കിയായ ഒരു അധ്യാപികയാണ്. അദ്ദേഹവും ഒരു അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹം പിന്നെ നല്ല വൃത്തിയായിട്ടൊക്കെ നടക്കണമെന്ന് എപ്പോഴും വലിയ ആഗ്രഹമുള്ള ആളാണ്. വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് നല്ല എക്സലൻ്റ് ആയിട്ടൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഭാര്യ അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഔട്ട്സൈഡ്. പക്ഷെ വീട്ടിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇയാൾ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഇദ്ദേഹത്തിനൊരു നല്ല ഷർട്ടൊക്കെ കൊണ്ട് കൊടുക്കുകയോ മുണ്ടൊക്കെ കൊണ്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നൊരു പരിപാടി, അവർ പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ കോളറൊക്കെ കത്തിച്ച് കളയും. ഡ്രസ്സൊക്കെ കത്തിച്ച് നാശമാക്കി വയ്ക്കും. അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ടൊക്കെ മാറ്റി വയ്ക്കുന്ന ഒരു നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് നാശമാക്കും. സ്ഥിരമായിട്ട് ഈ സ്ത്രീ ഇയാളുടെ ഡ്രസ്സുകളൊക്കെ കത്തിച്ച് കളയുന്ന അവർക്കൊരു ഭയങ്കരമായ ഒരു ആനന്ദമാണ്. അതുപോലെ തന്നെ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെക്കുറിച്ച്, സ്ത്രീകളായ ആൾക്കാരെക്കുറിച്ച് എല്ലാം അവർ കഥകളുണ്ടാക്കും. ഈ മനുഷ്യനെ ജീവിതത്തിൽ യാതൊരു സമാധാനവും സന്തോഷവും കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു വേദനയും വിഷമം എന്നോട് ഇദ്ദേഹത്തിനെ പുറത്ത് കണ്ടാൽ അങ്ങനെ ഒന്നും പറയത്തുമില്ല. ഈ വിഷമം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, "സാർ, ഇതിനെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? എനിക്ക് 2 പെൺകുട്ടികളായിപ്പോയി. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ എനിക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഇതെന്താണ് ഇതിൻ്റെ കാരണം? ഇതിനുള്ള പ്രതിവിധി എന്താണ്? ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മാർഗ്ഗം എന്താണ്?" എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം എൻ്റെ പ്രായം പോലും ഇല്ല. എന്നെക്കാളും ഒരു 2-3 വയസ്സുകൂടെങ്കിലും പ്രായക്കുറവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിച്ച വേദനയാണ് എന്നോട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരാളം ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ പല വീടുകളിലും ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. പുറത്തൊക്കെ ഒരു ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദനയും പ്രയാസവും മനസ്സിലാവുള്ളൂ. കാരണം ഇവർ പുറത്ത് വളരെ മാന്യന്മാരായതുകൊണ്ട് മറ്റാർക്കും ഇവരെക്കുറിച്ച് പറയുന്നതൊന്നും മനസ്സിലാകണമെന്നില്ല. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതൊരു യാഥാർത്ഥ്യമാണോ അല്ലയോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വളരെ ആ, അറിയപ്പെടുന്ന ഒരു മതപുരോഹിതൻ, അദ്ദേഹം യുവജനങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല വൈബുള്ള ഒരു പുരോഹിതനാണ്. വളരെ യങ്ങാണ്, മനസ്സുകൊണ്ട് ശരീരം കൊണ്ടോ ആത്മാവ് കൊണ്ടൊക്കെ വളരെ യങ്ങാണ്. വളരെയധികം യുവജനങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുള്ള ഒരാളാണ്. യങ് ജനറേഷനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ളൊരു പുരോഹിതനോട് പക്ഷേ ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു പെൺകുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ചോദ്യം ഇതാണ്: നമ്മുടെ ലൈഫിൽ നമ്മൾ പിന്നെ പങ്കാളിയായിട്ട്, നമ്മുടെ ജീവിതത്തിൽ പങ്കാളിയായിട്ട് വരുന്ന ഒരാൾ, സ്ത്രീ ആയാലും പുരുഷനായാലും, ഒരു ടോക്സിക് ആണെന്ന് തിരിച്ചറിയുകയും അതിലൊട്ടും തന്നെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്താൽ ഡിവോഴ്സ് ഒരു ഓപ്ഷൻ അല്ലേ എന്നാണ് ആ പെൺകുട്ടി പുരോഹിതനോട് ചോദിക്കുന്നത്. പക്ഷേ ആ മറുപടി കേട്ടപ്പോൾ ഞാൻ ശരിക്കും തളർന്നു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മതത്തിലെ ഒരു ഓപ്ഷൻ അല്ല. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞ് ഒന്നില്ല. നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ആ ടോക്സിക് നേച്ചറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെയാണ്. അദ്ദേഹം അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം വളരെയധികം പഠനമുള്ള, നല്ല ആഴത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നല്ല അറിവുള്ള, സൈക്കോളജിക്കലായിട്ട് നല്ല അറിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഈ മതത്തിൻ്റെയൊക്കെ പിന്നെ പിന്നെ ആ ഒരു പ്രെമിസസിൽ നിൽക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പലപ്പോഴും സാധിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മതവൈറ്റിപ്പഴപ്പ് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം എനിക്കതിനോട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: അങ്ങനെ ടോക്സിക് നേച്ചറുള്ള ആളെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായി നിയമിക്കുമോ? അത്തരം ടോക്സിക് നേച്ചറുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുമോ? എങ്കിൽ എന്നോട് അദ്ദേഹത്തിനോട് യോജിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുമായിട്ട് നമ്മൾ ജീവിതം പങ്കിടുമ്പോൾ
ആ ജീവിതം ഒരു പങ്കാളിയായി വരുന്ന ഒരാൾ തല്ലിപ്പിരിയാനൊന്നും അല്ല വരുന്നത്. അവരുടെ എല്ലാ മനുഷ്യരും വിവാഹം കഴിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനും സ്നേഹത്തോടെ ജീവിക്കാനും നല്ലൊരു കുടുംബം സൃഷ്ടിക്കാനും ഒക്കെ തന്നെയാണ്. ഗതികേട് കൊണ്ടാണ് ചില മനുഷ്യരൊക്കെ ഇറങ്ങി ഓടേണ്ടി വരുന്നത്. അവിടെ അതൊരു ഓപ്ഷൻ അല്ല, അത് മതത്തിലില്ല എന്നൊക്കെ പറയുന്നതും, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അത് വാലിഡേറ്റ് ചെയ്യാതിരിക്കുന്ന അതിനേക്കാളും വലിയ ക്രൂരതയാണ്. ഇനി ഡിവോഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് ആ ചോദ്യം ചോദിച്ച ആളിനോട് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട്. അങ്ങനത്തെ വീടുകളിലൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കതറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് എടുക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ടീച്ചർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാറേ, ഇപ്പം ഒരു കുട്ടി കംപ്ലീറ്റ് ആയിട്ടും വീട്ടിൽ നിന്ന് അങ്ങ് മാറി വീടുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ ആയിരിക്കുകയാണ്. 25 വയസ്സേ ഉള്ളൂ. അവൻ ഏൺ ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ വീടുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എന്താണ് ഇതിന് കാരണം? ഞാൻ ചോദിച്ചു, അവനും അവൻ്റെ പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? കാരണം ഈ ചോദിക്കുന്നതായ ആ കുട്ടിയുടെ അമ്മയാണ്. ആ അമ്മയെ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഇരുത്തം വന്ന ഒരു നല്ല, നമുക്കറിയാമല്ലോ ഒരാളെ കാണുമ്പോൾ അവരുടെ ഒരു പക്വതയും മറ്റും അറിയാൻ സാധിക്കും. ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ്? അപ്പോൾ അവർ വളരെ വിഷമിച്ച് പെട്ടെന്ന് തന്നെ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, അച്ഛൻ തന്നെയാണ് മൂല കാരണം. ആ കുട്ടിയെ എപ്പോഴും ടോക്സിക് ആയിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക് ഒരു സമാധാനം ജീവിതത്തിൽ ഒരിക്കലും കൊടുത്തിട്ടില്ല. അവനെ എപ്പോഴും ആക്ഷേപിക്കുകയായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അവന് കെയർ വേണ്ട സമയത്ത് അവനെ ആക്ഷേപിക്കുക, അവന് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് അവനെ ശിക്ഷിക്കുക. എല്ലാ സമയത്തും അവൻ എന്താഗ്രഹിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ പിതാവ് കൊടുത്തിരുന്നത്. ആ പിതാവിനെ എനിക്ക് കുറ്റം പറയാൻ സാധിക്കില്ല സാറേ. ആ പിതാവിൻ്റെ പിതാവ് ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടോക്സിക് ജെനറ്റിക്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ് തലമുറകളായിട്ട്. ഇപ്പോൾ ദാണ്ട് ആ മകനെ കൊണ്ട് കളഞ്ഞിരിക്കുന്നു. എഞ്ചിനീയറിങ് കഴിഞ്ഞൊരു മകനാണ്, വിട്ടുപോയി. അവൻ വീടുമായിട്ട് യാതൊരു കണക്ഷനുമില്ല, അവന് യാതൊരു താല്പര്യമില്ല എന്ന് അവൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഫോൺ പോലും ഇവർക്കെതിരെ കട്ട് ചെയ്തിരിക്കുന്നു. ഒരു തരത്തിലും ഒരു കണക്ഷനും ആ വീടുമായിട്ട് കൊടുക്കുന്നില്ല. ഒറ്റ മകനാണെന്നും കൂടെ ആലോചിക്കുക. അപ്പോൾ എന്താണ് ഇതൊക്കെ നടക്കുന്നത്? നമ്മൾ ഇതൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ഒരുമാതിരി ആക്ഷേപിക്കരുത്. ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ സമൂഹത്തിലുണ്ട്. പുരോഹിതന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങളൊക്കെ ഇതുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, എന്തായാലും ഉണ്ടായതൊക്കെ ഉണ്ടായിപ്പോയി, ഇനി നാളെയെങ്കിലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യുവജനങ്ങൾക്കും പേരൻസിനും നല്ല ട്രെയിനിങ് കൊടുക്കുക. യുവജനങ്ങൾക്ക് നിരന്തരമായി കൗൺസിലിങ്ങും ഗൈഡൻസും നല്ല ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. കാരണം അവർക്ക് ഒന്നുമില്ല, അവരുടെ ഒരു അവസ്ഥയെപ്പറ്റി സ്വയം ബോധമുണ്ടാവാനും ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവാനും അവർക്ക് എവിടേക്കാണ് കറക്ഷൻ വരുത്തേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളും കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ യുവജനങ്ങൾക്ക് ആവശ്യമാണ്. ഏറ്റവും പ്രധാനം പേരൻസിന് കൊടുക്കുന്ന ഗൈഡൻസാണ്. പുരോഹിതന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂദാശകളെല്ലാം ചെയ്തുകൊള്ളുക, ഈ പരിശീലനമെങ്കിലും അതിന് ഫിറ്റായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. അപ്പോൾ ഇത്തരം ദുരന്തങ്ങളൊക്കെ നാളെ ഉണ്ടാവാതിരിക്കും. പേരൻസിനെയൊക്കെ വളരെ യങ് ഏജിൽ തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, അതിൽ മാതാപിതാക്കളുടെ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്, മാതാപിതാക്കളുടെ വൈകാരിക ബുദ്ധിശക്തിയുടെ പ്രാധാന്യം എന്താണ്, മാതാപിതാക്കളുടെ മാതൃകയുടെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിച്ചു കൊടുത്ത് അവരെ ആ കാര്യത്തിലൊക്കെ ഫിറ്റാക്കിയെടുത്ത് ഒരു ഫിറ്റ്നസ് ആവശ്യമാണ്. മാരേജിനും ലൈഫിനൊക്കെ ഒരു ഫിറ്റ്നസ് ആവശ്യമാണ്. ആ ഫിറ്റ്നസ്സിലേക്ക് മാതാപിതാക്കളെയൊക്കെ ചെറിയ പ്രായം മുതലേ നയിച്ചാൽ നമ്മളീ പറയുന്നത് പോലെ ഡിവോഴ്സിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ നമുക്ക് ക്രമാതീതമായി കുറച്ചു കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഡിവോഴ്സ് ഉണ്ടാവുന്നതിനെ തടയാനുള്ള ശ്രമങ്ങൾ അത് വെറും ഫോഴ്സ് കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഓരോ കുടുംബങ്ങളിലും നരകിച്ച് ജീവിക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ നരകിച്ച് ജീവിക്കുന്നുണ്ട്. ഈ പറയുന്ന പുരോഹിതന്മാരുടെ ഒക്കെ കുഞ്ഞാടുകളുടെ ഇടയിൽ നിന്ന് ധാരാളം പേര് എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് തുറന്നു പറയുന്നത്. എനിക്കിത് പറയാൻ ഒരു മടിയില്ല, ഈ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയുമില്ല. അതുകൊണ്ട് പറയുകയാണ്, അതിൽ കുറച്ചുള്ള കാര്യങ്ങൾ മതി എനിക്ക്. എത്ര മോശമാണ് ആ റിപ്ലൈ. നമ്മൾ ആലോചിക്കേണ്ടത്, മതത്തിൽ ഡിവോഴ്സ് ഇല്ലായിരുന്നു. കാരണം ഡിവോഴ്സ് പണ്ടൊരു ആവശ്യമില്ലായിരുന്ന കാര്യമാണ്. പിന്നെ ശരിയായ രീതിയിൽ കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പഴയ കാലത്തെ പ്രശ്നം എന്താ,
ഒരു സ്ത്രീക്ക്, വീട്ടിലെ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കൂടെ ഒരുപാട് എക്സ്റ്റെൻഡഡ് ഫാമിലി സപ്പോർട്ട് ആ സ്ത്രീക്ക് കിട്ടിയിരുന്നു. ഒരു പുരുഷന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാം സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഇതൊക്കെ നേരിടേണ്ടി വന്നത്. അവിടുത്തെ കുഞ്ഞുങ്ങളിപ്പം പിന്നെ ഒരു വീട്ടിലെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റു മാതാപിതാക്കളൊക്കെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും അവരെ കൊണ്ടുപോയി വേറെ വീട്ടിൽ താമസിപ്പിക്കുകയും അല്ലെങ്കിൽ വന്ന് അവിടുത്തെ തെറ്റുകളെ കറക്റ്റ് ചെയ്യുകയും ഇടപെടാനും തിരുത്താനും ഒക്കെ കഴിയുന്ന ശക്തരായ കാരണവന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ഡിവോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തിരുത്താനോ നേരെയാക്കാനോ കറക്റ്റ് ചെയ്യാനോ രൂപാന്തരപ്പെടുത്താനോ ഒക്കെ സാധിക്കുന്നുണ്ടോ? ഒന്നും സാധിക്കുന്നില്ല. ആകെയുള്ള ബിസിനസ് എന്ന് പറയുന്നത് സ്വോത്രകാഴ്ചയും പിരിവുകളുമാണ്. പിന്നെ കുറേ മരാമത്ത് പണിയാണ്. മതങ്ങളെല്ലാം ആ നിലയിലേക്ക് അധപ്പതിച്ചു കഴിഞ്ഞു. ഇവിടെ ഹിന്ദു ഉണരണം, ക്രിസ്ത്യാനി ഉണരണം, മുസ്ലിം ഉണരണം, ആരെങ്കിലും മനുഷ്യനെ ഉണർത്തുന്നുണ്ടോ? അവൻ്റെ പ്രശ്നങ്ങളിലേക്കൊന്ന് കയറി ചെല്ലുന്നുണ്ടോ? ഒരു വീട്ടിൽ നരകം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നരകം അനുഭവിക്കുന്ന ഒരു ഭാര്യയോ ഭർത്താവിനെയോ ആരെങ്കിലും അകത്തോട്ട് ചെന്നൊന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഒരു മാനസിക രോഗത്തിൻ്റെ അങ്ങേയറ്റം പറ്റിയാൽ പോലും ഒരു ചികിത്സയ്ക്ക് ഒരാളെ എത്തിക്കാൻ പോലും പറ്റാതെ എത്രയോ കുടുംബങ്ങൾ ഇവിടെ നരയിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഇതിനെയൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ പോലും മനസ്സില്ലാത്തത്. എത്ര നിഷ്ഠൂരമായ മനസ്സാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ശരിയായ രീതിയിൽ മാതാപിതാക്കളെയൊക്കെ ചെറിയ പ്രായം മുതലേ കൃത്യമായി ഒരുക്കിക്കൊണ്ട് വരിക. അപ്പോൾ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഈ ടോക്സിസിറ്റി ഒന്ന് കുറഞ്ഞു വരും, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറഞ്ഞു വരും. കാരണം അച്ഛനും അമ്മയും മക്കളും മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിലൊരാൾ അത്തരത്തിലുള്ളൊരു നേച്ചറുള്ള ഒരാളായി കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് ആ വീട്ടിൽ സംഭവിക്കുന്നത്. പലരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. എന്നിട്ടും സാമൂഹികപരമായ പ്രഷർ കൊണ്ടും മതപരമായ പ്രഷർ കൊണ്ടും ഒക്കെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ഏത് സമയത്തും അത്തരം വീടുകളിലൊക്കെ ഒരു ഭൂകമ്പമോ പൊട്ടിത്തെറിയോ അക്രമമോ കൊലപാതകമോ ഒക്കെ നടക്കാം, ആത്മഹത്യയും നടക്കാം. അത് കഴിഞ്ഞിട്ട് കുറേ മുതലക്കണ്ണീരിട്ട് കുറേ ഇരുന്ന് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ രണ്ട് വാക്ക് പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എപ്പോഴാണോ അത് ബോധ്യപ്പെടുന്നത് അന്നേരം മുതൽ നിങ്ങൾ വളരെ അസർട്ടീവ് ആകുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും അടിയറവ് വയ്ക്കാതിരിക്കുക. സെറ്റ് ബൗണ്ടറീസ്. വളരെ ക്ലിയറായിട്ട് പറയാം, ഇതിനപ്പുറത്തോട്ട് എനിക്ക് പറ്റില്ല. കാരണം നിങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് നാളെ ഉള്ളൂ. നിങ്ങൾ നിലനിൽക്കണം ആദ്യം. അതുകൊണ്ട് വേറൊരാൾ അക്രമശാലിയാണ്, വേറൊരാൾ ടോക്സിക്കാണ്, വേറൊരാൾ ഒട്ടും മനസ്സിലാക്കാത്തതാണ്, അതിനുവേണ്ടി നിങ്ങൾ നരകിച്ചില്ലാതാകേണ്ട കാര്യമില്ല. സെറ്റ് യുവർ ബൗണ്ടറീസ്. എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ഭക്ഷണമൊക്കെ എടുത്ത് എറിയുന്ന, പ്ലേറ്റൊക്കെ എടുത്ത് എറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പല വീട്ടിലും. എറിയുന്നവർ പോയി തന്നെ എടുക്കട്ടെ, നിങ്ങളെടുക്കാൻ പോകണ്ട. വളരെ ക്ലിയറായിട്ട് പറഞ്ഞേക്കാം. ഇനിയും ഈ അടുത്തിടയിൽ ഒരാൾ പറഞ്ഞാണ്, ഭാര്യ ഗൾഫിൽ ജോലി ചെയ്ത് അവരാണ് ആ വീടുണ്ടാക്കിയത്, അവരാണ് പാത്രങ്ങളെല്ലാം വാങ്ങിച്ചത്, അവരാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ വല്ലപ്പോഴും ഒരു അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ആ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇയാൾ ഓരോന്നോരോന്ന് എടുക്കുക പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വാങ്ങിച്ച എന്തെങ്കിലും ഈ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചോ, ഞാൻ വാങ്ങിച്ച ഒരു സാധനവും ഇവിടെ തൊടാൻ പറ്റില്ല. അവർ വളരെ ക്ലിയറാക്കിയ കാര്യം. ഇനി അത് നശിപ്പിച്ചാൽ അത് റീപ്ലേസ് ചെയ്യില്ല. ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വാങ്ങിച്ചു വെച്ചതെല്ലാം ഇയാൾ പൊട്ടിക്കാനിരുന്നാൽ നടക്കില്ല. ചിലയിടത്ത് നമ്മൾ വളരെ അസർട്ടീവായേ പറ്റുള്ളൂ. ഇന്ന് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ടോക്സിക്കായ മനുഷ്യരൊന്നും വലിയ ധൈര്യശാലികളൊന്നും അല്ല. അവരുടെ മാനസിക അസ്വസ്ഥതകളാണ് അവർ കാണിക്കുന്നത്. അവരുടെ ഉള്ളിൽ പ്രധാനമായിട്ടുള്ളൊരു അവസ്ഥ ഫിയറാണ്. അവർ ഫിയറുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അസർട്ടീവായി കഴിഞ്ഞാൽ അവരൊന്ന് പേടിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ നിങ്ങളുടെ കണ്ണിലേക്ക് പേടി അവരുടെ കണ്ണിലോട്ട് മാറ്റിയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒന്ന് അസർട്ടീവായി നോക്കിക്കേ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അവരിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ നിങ്ങളോട് കാണിക്കുന്ന പല പ്രകൃതങ്ങളിലും ചില മാറ്റങ്ങളുണ്ടാവും, മക്കളോട് കാണിക്കുന്ന പ്രകൃതങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാവും. അതുപോലെ ഇങ്ങനെയുള്ളവരുമായിട്ട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാനോ ഒന്നും സമർത്ഥിക്കാനോ പോകരുത്. കാരണം ഇവർ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. നമ്മൾ ആർഗ്യൂ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ആർഗ്യുമെൻ്റ് എവിടെയും ചെന്നെത്തത്തില്ല. അതില്ല യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, എല്ലാ യുദ്ധവും അവസാനിക്കുന്നത് പുതിയൊരു യുദ്ധത്തിലാണെന്ന് പറഞ്ഞ പോലെ. ആർഗ്യുമെൻ്റ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾക്ക് മാനസികമായ കാരണം ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്ന ആൾ ഡിപ്പെൻഡൻസി എന്ന് പറയും. അവർ മാനസിക അസ്വാസ്ഥ്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമാധാനവും നിങ്ങൾ കൂടുതൽ കാംനെസ്സും ഒക്കെ
ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവർ നിങ്ങളെ അസ്വസ്ഥമാക്കാനായിട്ട് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ വഴക്കെന്ന് പറയുന്ന അവർക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അവരെ സംബന്ധിച്ച് വഴക്കൊരു ലഹരിയാണ്. അതിനകത്ത് നിങ്ങൾ വീഴാതിരിക്കുക. എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചാലും കീപ്പ് യുവർ കാം. അത് വളരെ പ്രധാനമായി. അതുപോലെ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. ഒരുപാട് അറ്റാച്ച്ഡ് ആവണ്ട. അയ്യോ ചേട്ടൻ ഇതൊക്കെ കാണിച്ചാലും ചേട്ടനങ്ങ് നല്ല മനുഷ്യനാണ്, പൊന്നാണ്. പക്ഷെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ചെറിയ ഡിറ്റാച്ച്മെൻറ്റ് നമ്മൾ പുറത്ത് കാണിക്കുക. സ്നേഹമൊക്കെ അകത്ത് വെച്ചാൽ മതി. ആൻഡ് ലിമിറ്റ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് ഇങ്ങനെയുള്ളവരോട്. കാരണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്തുനിന്ന് പല കാര്യങ്ങളും എടുത്തിട്ടാണ് അവർ തിരിച്ച് നിങ്ങളെ ആക്രമിക്കുന്നത്. ഡോണ്ട് എക്സ്പ്ലെയിൻ ടു മച്ച്. ഇങ്ങനെയുള്ളവരോട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രമിക്കരുത്. കാരണം ഒത്തിരിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പതുക്കെ അവരുടെ കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ കുറ്റങ്ങളായിട്ട് തിരിച്ച് നിങ്ങളുടെ തലയിലോട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ പ്രൊട്ടക്റ്റ് യുവർ എനർജി ആൻഡ് ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ എനർജിയും ഒക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വലിയ വലിയ വഴക്കുകളുണ്ടായി, എക്സോസ്റ്റഡായി, നിങ്ങളങ്ങ് നാശമായി, നിങ്ങളങ്ങ് രോഗിയായി, അപ്പോൾ നിങ്ങളെ പിന്നെ ഒരു വിക്റ്റിമാക്കി മാറ്റാൻ അവർക്ക് എളുപ്പമാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഡിഗ്നിറ്റിയും നിങ്ങളുടെ എനർജിയും ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ നിങ്ങൾക്കെങ്കിലും ഇത് രണ്ടുപേർ കൂടെ ജീവിതം ഇല്ലാതായി പോകുന്നതിനൊക്കെ നല്ലത് ഒരാളെങ്കിലും ജീവിതം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് വഴക്കുകളും റിയാക്ഷൻസും ഒന്നും ഇവരോട് കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആൻഡ് ഫോക്കസ് ഓൺ യുവർ പീസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ആസ് ഐ സെഡ്, നമ്മുടെ മനസ്സാന്നിധ്യവും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും നമ്മുടെ സമാധാനവും ഒക്കെ നമ്മൾ സൂക്ഷിക്കുക. വേറെ വഴിയൊന്നുമില്ല. ഇവരിതില്ലാതാക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് തീരെ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഡിവോഴ്സിലേക്കും സെപ്പറേഷനിലേക്കും ഒക്കെ പോകുന്നത്. ആരും ഇതൊന്നും ഒരു ഓപ്ഷനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരൊന്നുമല്ല. പക്ഷെ എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. എല്ലാ മഹാമനസ്കതയ്ക്കും ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗാന്ധിജി ആവാനൊന്നും പറ്റത്തില്ല, എല്ലാവർക്കും മദർ തെരേസ ആവാനൊന്നും പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ക്വിറ്റ്, വേറെ വഴിയൊന്നുമില്ല. ആൻഡ് സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. ഇതിനൊന്നും എല്ലാവരുടെയും നിന്നും അപ്രൂവലൊന്നും വാങ്ങിക്കാനായിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം വീട്ടിൽ സ്വകാര്യതയിൽ ഇവർ നിങ്ങളോട് കാണിക്കുന്ന ക്രൂരതയും ഇവർ നിങ്ങളോട് കാണിക്കുന്ന കലാപങ്ങൾ, ഇവർ നിങ്ങളോട് കാണിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും പുറത്താർക്കും മനസ്സിലായെന്ന് വരത്തില്ല. കാരണം ഇങ്ങനെയുള്ളവരെല്ലാം ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അവർ പുറത്തൊക്കെ വളരെ മാന്യന്മാരായിരിക്കും, പുറത്തൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടായിരിക്കും. അതിൻ്റെ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ വൾഗറും ചീപ്പുമായിട്ടായിരിക്കും നിങ്ങളോട് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വാലിഡേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ശരിക്കും അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ദുരന്തം മനസ്സിലാകത്തുള്ളൂ. അനുഭവിക്കാത്തവർക്ക് ഇത് മനസ്സിലാവത്തില്ല. അപ്പം അത് പുറത്തൊക്കെ ഇവർ വളരെ മാന്യന്മാരായിരിക്കും. എനിക്കറിയാവുന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം പള്ളികളിലൊക്കെ വലിയ പ്രസംഗിക്കുന്ന ആളാണ്, വലിയ പ്രസംഗികനാണ്, വലിയ സുവിശേഷം ബൈബിൾ എടുത്ത് പ്രസംഗിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റുമല്ലോ. ജീവിതത്തിൽ നന്മയോടെ ജീവിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. വളരെ മോശപ്പെട്ട ഒരാൾ. വേറൊരാളെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അവാർഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അവർക്കൊരു അവാർഡ് കിട്ടി. അവരൊരു വലിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ആ അവാർഡ് അന്ന് രാത്രി തന്നെ തല്ലിപ്പൊട്ടിച്ചു. അത്ര ക്രൂരനായ, നിഷ്ഠൂരനായ, നിലവാരമില്ലാത്ത, ചീപ്പായ. പക്ഷേ ഈ മനുഷ്യൻ പുറത്ത് വലിയ ആളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ വലിയ ആരാധ്യനായ മനുഷ്യനാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും വാലിഡേഷൻ വാങ്ങിക്കാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും പുറത്താർക്കും മനസ്സിലായില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക, പറ്റാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എല്ലാവരുടെയും ഒന്നും സമ്മതപത്രമൊന്നും വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അതുപോലെ റെക്കഗ്നൈസ് മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ്. ഇവർ ഒരുപാട് മാനിപ്പുലേറ്റീവ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ടാക്ടിക്സുകൾ കാണിക്കും. ഒരുപാട് നാടകങ്ങൾ കാണിക്കുന്നവരാണ് ഇവർ. ഇവരുടെ നാടകങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നാടകങ്ങൾ കാണിച്ച് അവരെയൊക്കെ വേർത് ഡിവൈഡ് ചെയ്യുക, അവരെയൊക്കെ പാട്ടിലാക്കുക, ഇതൊക്കെ ചെയ്യും. കുട്ടികളെയൊക്കെ നമുക്ക് എതിരാക്കുക, ബന്ധുക്കാരെയൊക്കെ നമുക്ക് എതിരാക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികളും ഇവർ ചെയ്യും. പലയിടത്തും പോയിട്ട് ഇങ്ങനെ സങ്കടം കാണിക്കുക, സിമ്പതി വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ എന്ത് ക്രൂരത കാണിച്ചാലും അത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞും മാപ്പ് പറഞ്ഞും ഒക്കെ വരിക. ഇതൊക്കെ ഇത്തരം ആൾക്കാരുടെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സുകളാണ്. ഇതൊക്കെ കുറേയൊക്കെ കാലം കഴിയുമ്പോഴെങ്കിലും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും ഇതിനെ ഡീൽ ചെയ്യാനും നമ്മൾ പഠിക്കണം.
ഇതൊക്കെ കാണുമ്പോഴേ മാറിയേക്കണം. ഇങ്ങനെയുള്ളവരുടെ ഒന്നും മാപ്പൊന്നും നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെയുള്ളവരുടെ സോറി കൊണ്ട് എന്ത് ഗുണമാണ്? അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം ഇവർ നന്നാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നന്നാവണമെങ്കിൽ അവരൊരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാണ്. വേറെ വഴിയൊന്നുമില്ല. മാനസിക ആരോഗ്യ ചികിത്സയ്ക്ക് തയ്യാറാവണം. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പ്, സൈക്കോ തെറാപ്പി ഹെൽപ്പുകൾ ഇതൊക്കെ എടുക്കേണ്ടവർ. അവരുടെ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ട്. അത് ദേഷ്യം, ഭയം, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഇവരുടെ സിംറ്റംസാണ്. ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു മാറ്റങ്ങൾ വരും. അതിനാദ്യം അവർ രോഗിയാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ അല്ലെങ്കിൽ അവർക്ക് അതുപോലെ ഭയങ്കരമായ ഒരു നിവർത്തിയില്ലാത്തൊരു സാഹചര്യം വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ കൂടെ ജീവിക്കുന്നവർ വളരെ സ്റ്റേണായിട്ട് അസർട്ടീവ് ആവുക. അസർട്ടീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിവൃത്തിയില്ലാതെ അവരൊന്ന് നേരെയാവാനൊക്കെ ശ്രമിച്ചു എന്നിരിക്കും. ഒരു കാരണവശാലും അവരുടെ ടാക്ടിക്സുകൾക്ക് നമ്മൾ പാത്രമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അവരെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക. അവരെ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അവരെ മാറ്റുന്ന അത്ര എളുപ്പമല്ല. വളരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റുന്നത് എളുപ്പമല്ല. കാരണം മാറ്റം ഉള്ളിൽ നിന്ന് വരണം. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരെ മാറ്റാൻ ഡയറക്റ്റായിട്ട് പോവുകയല്ല. അവർക്ക് ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ അവർക്ക് മാറിയേ പറ്റൂ എന്നുള്ള ഒരു തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരെ ഇപ്പം അങ്ങ് മാറ്റിക്കളയാമെന്നും പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെയുള്ളവരെയൊക്കെ ധ്യാനത്തിന് കൊണ്ടുപോകും. എന്തൊരു ഊളത്തരമാണ് ഇതൊക്കെ. അപ്പം അങ്ങനെയല്ല. നമുക്ക് ഇതിനൊക്കെ ശരിക്കും അവരുടെ ബ്രെയിനിലൊക്കെ കണ്ടമാനം കെമിക്കൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് ഇറാഷണൽ തിങ്കിങ് ഒക്കെ ഉള്ളവരാണ്. ഒരുപാട് തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ളവരാണ്. ഇവരെയൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ വേണ്ട വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഫൈനലി ഐ എം ടെല്ലിങ് യു, ചൂസ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക. നിങ്ങളുടെ രക്ഷ തന്നെയാണ് പ്രൈമറി തിങ്. ഒരു വിവാഹം കഴിച്ചു പോയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടായി പോയതുകൊണ്ടോ ഒന്നും കടിച്ചു തൂങ്ങി എങ്ങും ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരും കിടക്കരുത്. ഡിവോഴ്സൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഡിവോഴ്സ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നല്ല സ്ത്രീകളെ, നല്ല പുരുഷന്മാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ ലോങ് ടേം പദ്ധതികൾ ഈ സമൂഹത്തിലുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഡിവോഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരും. അപ്പം മാന്യതയുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല മൂല്യബോധമുള്ള, നല്ല മെൻ്റൽ ഹെൽത്തുള്ള, നല്ല ഇമോഷണൽ ഹെൽത്തുള്ള, നല്ല ബിഹേവിയറുള്ള, നല്ല പേഴ്സണാലിറ്റിയുള്ള മനുഷ്യരെയൊക്കെ സൃഷ്ടിക്കാനുള്ളൊരു സമഗ്ര പ്രവർത്തനത്തിന് ഈ വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ഒന്ന് തയ്യാറായാൽ, മരാമത്ത് പണിയൊക്കെ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ ഈ കാര്യത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് ഡിവോഴ്സുകളൊക്കെ അങ്ങനെയുള്ള ഓപ്ഷനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇന്ന് കുടുംബ കോടതിയിൽ കാണുന്ന ഈ തിരക്കൊക്കെ ഇല്ലാതാക്കാൻ കഴിയും. ഇത് അല്ലാതെ ചുമ്മാ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ കണ്ണടച്ച് കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുടുംബ കോടതിയിലൊക്കെ ഒന്ന് തിരക്കൊന്ന് നോക്കിക്കേ. ഇത്രയധികം തിരക്ക് ഈ കുടുംബ കോടതിയിൽ വരുന്നതിൻ്റെ പ്രോബ്ലം എന്താ? അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നങ്ങളാണ്, മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്, ഇമോഷണൽ പ്രോബ്ലംസാണ്, പേഴ്സണാലിറ്റി ഇഷ്യൂസാണ്. ഇതെല്ലാം കൂടിക്കൂടി വരികയാണ്. പിന്നെ ആർത്തിയും അഹങ്കാരവും പോലുള്ള വേറെ പല പ്രശ്നങ്ങൾ. ചില മനുഷ്യരൊക്കെ ഹൈലി ടോക്സിക്കാണ്. ചില ഇൻലോസുകളൊക്കെ ഹൈലി ടോക്സിക്കാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. അടുത്ത തലമുറയിലും ഇത് പോകുന്നു. ഇത് ഏറ്റവും രസകരമായൊരു കാര്യം, ഇപ്പോഴത്തെ പ്രസൻറ്റ് തലമുറ ഇത് അറസ്റ്റ് ചെയ്യുകയും റിവേഴ്സ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇത് അടുത്ത തലമുറയിൽ വീണ്ടും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ ഇതിനു മുമ്പൊക്കെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ഒരു മതപുരോഹിതൻ്റെ കമൻറ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്നോടൊന്ന് പ്രതികരിക്കാതിരിക്കുന്നത് വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് വീണ്ടും എടുത്തത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള കുറേ മനുഷ്യർക്ക് ഈ ലോകത്തുണ്ട്. 10, 20, 30 ദിവസമൊക്കെ പങ്കാളിയോട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടമാനം മാനസികമായി പീഡിപ്പിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അല്ല കുട്ടികളെല്ലാം ഇവിടെ മോശമാണെന്നുള്ള ആ ക്ലീശയൊക്കെ മാറ്റണം. ഒരു കുട്ടിയും മോശമാകാനായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ രൂപപ്പെടും. അപ്പോൾ എവിടെയാണ് നമ്മൾ പ്ലഗ് ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മൾ കാര്യങ്ങളെ ഫിക്സ് ചെയ്യേണ്ടത്? എവിടെയാണ് കാര്യങ്ങളെ റിവേഴ്സ് ചെയ്യേണ്ടത്? അതിലേക്ക് യാഥാർത്ഥ്യബോധത്തോടെ ഇറങ്ങി വരാൻ സമൂഹത്തിൽ എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങളിലൂടെയൊക്കെ ഒരുപാട് മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. അവർക്കൊരു ആശ്വാസവും സന്തോഷവും കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.